ഇന്നത്തെ ചിന്ത മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിന് ചുറ്റും വേലി കെട്ടി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഗോപുരം പണിതു എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. ശരിക്കും എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് അവന്റെ വേലക്കാരെ വിട്ടു, ഓഹരി വാങ്ങിക്കാൻ വേണ്ടി വേലക്കാരെ വിട്ടു. പക്ഷെ അവരെ അപമാനിച്ചു, ഉപദ്രവിച്ചു. ഒടുക്കം മകനെ തന്നെ വിട്ടു. മകനെ അവർ കൊല്ലാൻ തീരുമാനിക്കുന്നു. അവസാനം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നു എന്ന് പറഞ്ഞ് ഉപമ അവസാനിക്കുകയാണ്. ശരിക്കും ഇത് പഴയ നിയമ ചരിത്രം പുതിയ നിയമത്തിലേക്ക് എത്തിക്കുകയാണ് ഈ വചനഭാഗം. ശരിക്കും ഇതിന്റെ ടെക്സ്റ്റുവൽ ഇന്റർപ്രട്ടേഷൻ അങ്ങനെയാണ്. പഴയ നിയമം ഇസ്രായേലിന്റെ ചരിത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്താണത്? ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം. ആരാണത്? ഇസ്രായേൽ. അപ്പൊ അവിടെ ഇസ്രായേലിനെ കർത്താവ് പ്രിയപ്പെട്ടതായി അവർക്കെല്ലാം നൽകി അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഗോപുരം പണിതു. ഗോപുരം എന്താ? ജെറുസലേം ദേവാലയം, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ഇടം. എന്നിട്ട് വേലക്കാരെ വിട്ടു. എന്താണെന്നറിയാം ഈ വേലക്കാരെ വിട്ടത്? അനുതാപത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. കർത്താവ് അവരോട് പറയുകയായിരുന്നു, അനുരഞ്ജനപ്പെട്, എന്റേതായി തിരിച്ചുവാ. പല ദേവന്മാരുടെ പിറകെ പോയപ്പോ ഈ മാനസാന്തരത്തിന്റെ കാഹളം മുഴക്കുകയായിരുന്നു. അവര് ആ പ്രവാചകന്മാരെയൊക്കെ ഉപദ്രവിച്ചു, ദ്രോഹിച്ചു വിട്ടു. ഒടുക്കം സ്വന്തം പുത്രനെ വിടുന്നു. ഏത് സന്ദേശവുമായി? മാനസാന്തരപ്പെടുവിൻ. അപ്പൊ എന്നിട്ടും അവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെ, മാറ്റമില്ല. അപ്പൊ നമ്മൾ വായിക്കുന്നതാണ്, അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഏതാണ് ഈ വേറെ ആളുകൾ? പുതിയ ഇസ്രായേൽ സഭ. ഇതാണ് ഇതിന്റെ ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് മനസ്സിലാക്കുക. നമുക്കുള്ള ചിന്ത, നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമുക്കുള്ള ചിന്ത, ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ നൽകിയിട്ടില്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ധ്യാനിക്കണം. എന്തോരോ അനുഗ്രഹങ്ങളെ തന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, കൂടപ്പിറപ്പുകൾ, ജീവിത പങ്കാളി, നമ്മുടെ സ്വത്ത്, നമ്മുടെ കഴിവുകൾ എല്ലാം കർത്താവിന്റെ അനുഗ്രഹങ്ങളല്ലേ? ഇതൊക്കെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടമാണ്. ഇതൊക്കെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടമാണ്. പക്ഷെ എപ്പോഴും ഓർത്തേക്കണം, ഉടമസ്ഥൻ ആരാണ്? കർത്താവാണ്. എന്നെ കേവലം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. ട്രസ്റ്റിഷിപ്പ്, കാര്യസ്ഥതയാണ് എനിക്കുള്ളത്. ഞാൻ കൈക്കാരനാണ്, കൈകാര്യം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഉടമസ്ഥൻ ആരാ? കർത്താവാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കുമൊക്കെ തലേ കയറുന്ന ഒരാശയമുണ്ട്. ഇവനാണ് അവകാശി, അവനെ കൊന്നുകളയാം. അപ്പോൾ എന്ത് പറ്റും? അവകാശം നമ്മുടേതാകും. ദൈവത്തിന്റെ അവകാശമുള്ളതിനെ നമ്മുടേതാക്കാൻ വേണ്ടി ദൈവത്തെ ഇല്ലായ്മ ചെയ്യും. അനുതാപം, കർത്താവിലേക്ക് വരാനുള്ള ക്ഷണം കാതുകളിൽ മുഴങ്ങുമ്പോൾ അത് നിലയ്ക്കാൻ വേണ്ടി കർത്താവിനെ വേണ്ടെന്ന് വെക്കും. പള്ളി പോയാൽ ചിലപ്പോൾ ഇതൊക്കെ കേട്ട് നന്നാകേണ്ടി വരും. അതുകൊണ്ട് പള്ളി പോകുന്നില്ല, കർത്താവിനെ കൊന്നുകളയുകയാണ്. ബൈബിള് വായിച്ചാൽ നമ്മൾ ഇപ്പൊ കാണിക്കുന്ന കൊള്ളരുതായ്മ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബൈബിള് വായിക്കുന്നില്ല, കർത്താവിനെ കൊന്നുകളയാം. എപ്പോഴും ഓർക്കണേ, നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ് കേട്ടോ. നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ്. എല്ലാം കർത്താവിൻ്റെതാണ്. അങ്ങനെ വിചാരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു വലിയ ആശ്വാസമുണ്ട്. എല്ലാം കർത്താവിൻ്റെതാണ്. അപ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താ? നമ്മൾ ഈ കടന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്തിനാ? എന്തൊക്കെയോ നഷ്ടപ്പെട്ടു. എന്തൊക്കെയോ, ചിലപ്പോൾ ആരോഗ്യം, ചിലപ്പോൾ പ്രിയപ്പെട്ടവര്, ചിലപ്പോൾ സ്വത്ത്. ഇതൊക്കെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ സങ്കടങ്ങള്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു. എന്താ ഇത്രയും സങ്കടം വരുന്നത്? ഇതൊക്കെ നമ്മുടേതാണെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ചു പോയി. എല്ലാം കർത്താവിൻ്റെതാണ്. എല്ലാം കർത്താവിൻ്റെതാണെങ്കിൽ ഇടയ്ക്ക് കർത്താവ് അതങ്ങ് തിരിച്ചെടുത്താൽ നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നമുക്ക് ജോബിനെ പോലെ പറയാൻ പറ്റണ്ടേ, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇനിയാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് 118-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഏതാണ് ഈ കല്ല്? ഇത് ഇസ്രായേലാണ്. അവരിത് സങ്കീർത്തനത്തിൽ എഴുതി വെച്ചപ്പോൾ അത് ഇസ്രായേലാണ്. എല്ലാ ദേശവും ആക്രമിച്ച, എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ഇസ്രായേൽ എന്ന കല്ല് മൂലക്കല്ലായി മാറി, സെന്റർ ആയിട്ട് വീണ്ടും വളരാൻ തുടങ്ങി. ഇവിടെ ആരാണത്? ഈശോയാണ് ആ മൂലക്കല്ല്. പലരും നിഷേധിച്ചവനെ കർത്താവ് പുതിയ സഭ പണിയാനായി, പുതിയ ഇസ്രായേലിനെ പണിയാനായി മൂലക്കല്ലായി മാറ്റുകയാണ്. ഈ മൂലക്കല്ലിൽ നമ്മൾ പണിയപ്പെടണം. ആരിൽ? ഈശോയിൽ പണിയപ്പെടണം. അതിന് നമുക്ക് കഴിയട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.